കഫേയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ, ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ കുറേയധികം വിശേഷങ്ങളുണ്ട് നമ്മൾ തമ്മിൽ ഇന്ന് പങ്കുവയ്ക്കുവാൻ. കുറച്ച് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഫോൺ കോൾസിനായി കാത്ത് ഇരിക്കുകയാണ്. ഒരു സമയത്ത് ഒരു ചെറിയ കുട്ടി കേട്ടോ, അതിൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ കാർണിവലിന് പോകും. നമ്മൾക്ക് കാർണിവൽ എന്ന് പറയുമ്പോൾ അറിയാം, അവിടെ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കൂടുതൽ കാഴ്ചകളുണ്ടാവും, കൂടുതൽ കുറേ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പല പല കാഴ്ചകൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അച്ഛൻ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നേ. കുറേ ദൂരം ഈ കുട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം അവിടെ കുറേ പാവകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ തോളിലിരുന്നിട്ട് കുട്ടി പറഞ്ഞു, എനിക്ക് ആ പാവ വേണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, ഇതിൽ നല്ലൊരു സാധനം ഞാൻ നിനക്ക് മേടിച്ചു തരാം, വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷെ പാവം അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. എന്തെങ്കിലും ഒരു സന്തോഷം ആയിക്കോട്ടെ, കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് മകനെയും കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ നല്ല മിഠായികൾ ഇരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വീണ്ടും മകൻ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആ ഒരു മിഠായി മേടിച്ച് വേണം. അപ്പോൾ അച്ഛൻ വീണ്ടും ദുഃഖിതനായി മകനോട് പറഞ്ഞു, വേണ്ട, നമുക്കൊരു വഴി ഉണ്ടാക്കാം, ഇതിൽ നല്ല എന്തെങ്കിലും ഒരു സാധനം അച്ഛൻ മേടിച്ചു തരാം കേട്ടോ, മോൻ കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം പിന്നെയും ചെന്ന് കഴിഞ്ഞപ്പോൾ കാർണിവലല്ലേ അടുത്ത വിശേഷങ്ങൾ കാണുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ വലിയൊരു ജയൻറ്റ് വീൽ കാണുന്നു. അപ്പോൾ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പ്ലീസ് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറാം, എനിക്ക് ജയൻറ്റ് വീലിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, എന്ത് രസമായിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു. അപ്പോൾ അച്ഛൻ വീണ്ടും അതിന് എത്ര രൂപയാകും എന്ന് നോക്കിയപ്പോൾ അതിനും നിറയെ കാശാകും. അത്രയും പൈസ ആ സാധു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് കുറേ ആൾക്കാരുടെ വിശേഷങ്ങൾ, കുറേ കാഴ്ചകൾ കണ്ടുപോയപ്പോൾ എങ്ങനെയോ ഈ അച്ഛൻ്റെ കയ്യിൽ നിന്നും മകൻ്റെ കൈ വിട്ടുപോയി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അച്ഛനാകെ വെപ്രാളായി. മകനെ തിരഞ്ഞു നോക്കിയിട്ടൊന്നും കാണാനില്ല. കാർണിവലല്ലേ, നിറയെ തിരക്കുള്ളൊരു സ്ഥലമല്ലേ. അങ്ങനെ കുറേ തിരഞ്ഞു കുട്ടിയെ കാണാണ്ട് അച്ഛനാകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മകൻ ഒരു വശത്ത് നിന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഈ ഒരു ചെറിയ കുട്ടി കരയുന്നത് കണ്ടാൽ ആർക്കായാലും സങ്കടം തോന്നുമല്ലോ. അപ്പോൾ കുറച്ച് പേര് ഈ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവനെ ആദ്യം ഒരു വലിയ പാവക്കടയുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു, അങ്കിൾ ഒരു നല്ല പാവ മേടിച്ച് തരട്ടെ, നിനക്ക് ഇഷ്ടാവൂല്ലോ, നല്ലൊരു ടെഡി ബിയറിനെ തരാം, സന്തോഷാവില്ല, കരയണ്ട കേട്ടോ. അപ്പോൾ കുട്ടി പറഞ്ഞു, വേണ്ട, എനിക്ക് ടെഡി ബിയർ വേണ്ട, എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അടുത്ത് അവർ വേഗം ഒരു സ്വീറ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട്, എന്നാൽ ശരി ഞാൻ നിനക്ക് കുറേ മിഠായി മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കുറേ മിഠായി മേടിച്ച് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴും കുട്ടി പറഞ്ഞു, വേണ്ട, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ഛനെയും മതി. ഈ കുട്ടിയുടെ കരച്ചിൽ നിൽക്കണല്ലോ എന്ന് വിചാരിച്ച്, ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഇവർ വീണ്ടും ഒരു ജയൻറ്റ് വീലിനടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, കരയരുത് കേട്ടോ, അച്ഛനെ ഇപ്പം തിരഞ്ഞു കൊണ്ടുവരാം, അതിനുള്ളിൽ കരയാണ്ടിരിക്കാൻ ദാ അങ്കിൾ ഈ ജയൻറ്റ് വീലിൽ കയറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും കുട്ടി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടാൽ മതിയെന്ന്. എന്തായാലും കുട്ടി അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് അച്ഛൻ പറഞ്ഞ ആ വലിയ സമ്മാനം എന്തായിരുന്നുവെന്ന്. അതിന് ഞാൻ വിശദമാക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും നമുക്ക് തരുന്ന കരുതലും സ്നേഹവും വാത്സല്യവുമൊക്കെയാണ് പലപ്പോഴും ജീവിതത്തിലെ ഓരോ നിമിഷവും ധന്യമാക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. എല്ലാ മാതാപിതാക്കളെയും അവരുടെ എല്ലാ സ്നേഹവും നന്മകളും ഒക്കെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുകയാണ്. യെസ്, നമ്മുടെ ഫസ്റ്റ് സോങ് ഇങ്ങനെ വളരെ ബബ്ലി, പെപ്പി ആൻഡ് വളരെ എന്താ പറയുക നോയ്സി ആയിട്ടുള്ളൊരു സോങ് കൂടെയായിരുന്നു. നമ്മളെ കാത്തൊരു കോളർ ഉണ്ടല്ലോ. ഹലോ. യെസ്, ആരാണിത്? എന്റെ പേര് ജോർജ് ഡേവിഡ് എന്നാണ്, ന്യൂയോർക്കിൽ നിന്ന്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? ആണോ, ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? ആയി വരുന്നതേ ഉള്ളു അല്ലേ. എന്നാലും നിങ്ങളുടെ അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഞാൻ ഓണത്തിന് നാട്ടിലാണ്. ആ, വെരി ഗുഡ്. എന്നാണ് നാട്ടിലേക്ക് എത്തുന്നത്? അടുത്ത ഞായറാഴ്ച പോകും, 13 പോകും, 13 ഓക്കെ. ഫാമിലി ഒക്കെ ഉണ്ടാവോ കൂടെ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നാട്ടിലെവിടെയാണ് വീട്? നാട്ടിലെ കാക്കനാട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആണല്ലേ. ഓക്കെ. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയാണ്ട് മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് എന്നെ തോൽപ്പിച്ച ആളാണത് അല്ലേ? അതെ. അപ്പൊ ഇന്ന് ഒന്നുകൂടെ എന്തോ ആരുടെ ബർത്ത്ഡേ ആണ്? ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. സെപ്റ്റംബർ 4 ആണല്ലേ. ഇന്ന് ജന്മദിനം എന്ന് പറയുമ്പോ
ഓ ഓക്കെ ഓക്കെ. ഞാൻ സെപ്റ്റംബർ 5 എന്നാണ് ഞാൻ ആലോചിച്ചത്. അവിടെ സെപ്റ്റംബർ 4 അല്ലേ ആയിട്ടുള്ളൂ? അതെ അതെ, സെപ്റ്റംബർ 4 ഞായറാഴ്ചയാണ്. അപ്പം ബർത്ത്ഡേ സെപ്റ്റംബർ 4 അല്ലേ? അതെ അതെ, ഇന്നാണ്. ഓക്കെ, എനിക്കൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് കുറച്ചൊരു ടൈമിന്റെ കാര്യം വന്നപ്പോ. പറയൂ, എന്തൊക്കെയായിരുന്നു ബർത്ത്ഡേ ആഘോഷങ്ങൾ? അങ്ങനെ പോണ ചർച്ചിലൊക്കെ പോയി. ആണോ? കഴിഞ്ഞു. കേക്കൊക്കെ കട്ട് ചെയ്തോ? കേക്കൊക്കെ കട്ട് ചെയ്തോ? അതൊക്കെ കഴിഞ്ഞു. ആണല്ലേ. ഈ വർഷം നടക്കണം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അതെ, ഈ വർഷം നടക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വിളിച്ചപ്പോ കിട്ടുകയും ചെയ്യും. അതല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഈ വർഷം ഓരോ വർഷം നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വർഷം നടക്കണം എന്ന് വലിയ ആഗ്രഹമുള്ള ഒരു കാര്യം എന്താ? ഈ വർഷം നടക്കണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്രത്തോളം ദൈവം നടത്തി, ഇനിയും മുമ്പോട്ട് നടത്തണമെന്നൊരു ആഗ്രഹം. എന്താ പറയാ, അതൊരു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ് അല്ലേ? പലപ്പോഴും നമ്മൾക്ക് ലൈഫില് ഇനിയും എന്ത് വേണം എന്ന് പറഞ്ഞ് ദൈവത്തോട് കംപ്ലൈന്റ് പറയാനാണ് പലർക്കും ഇഷ്ടം. പക്ഷെ ഈ ഒരു പോയിന്റില് നന്ദി പറയാ എന്ന് പറയുന്നതും ഒരു വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഒക്കെ ഒരു വശത്ത് നടക്കുന്നു. വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും സംസാരിക്കാൻ? ആണല്ലേ. ഓക്കെ, ഞാൻ ഇപ്പോഴും ഓർക്കണ്ട കേട്ടോ, അന്ന് മലയാളം പറഞ്ഞ ശരിക്കും എന്നെ വട്ടം ചുറ്റിച്ചു. എന്തായാലും ഇന്ന് ഞാനൊരു മത്സരത്തിന് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? എനിക്കറിയാം ഞാൻ തോക്കുന്നു. ഓക്കെ, അപ്പൊ നാട്ടില് എന്തായാലും ഓണക്കാലം ആയതുകൊണ്ട് ഇപ്പൊ തൃപ്പൂണിത്തറ അത്തച്ചമയമൊക്കെ ആയിരുന്നു ഇന്നലത്തെ പ്രധാന വിശേഷങ്ങൾ. എറണാകുളത്ത് കുറെ അധികം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓണക്കാലത്തുള്ള കുറച്ച് ഷോപ്പിങ്ങും തിരക്കുകളും ഒക്കെ ഉണ്ടാവും. എന്തായാലും അതെ, അതിന്റെ സ്പന്ദനങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യം. മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മളെ ഫോൺ ചെയ്തത് കൊണ്ട് ഒരുപാട് താങ്ക്സ്. ഒരിക്കൽ കൂടി വലിയൊരു ബർത്ത്ഡേ വിഷ് തരികയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഓണക്കാലത്തും പലപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു വരുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇവിടെ നഷ്ടപ്പെട്ട കുറേ സൗഹൃദങ്ങൾ ഉണ്ടാവും, കുറേ കൂട്ടായ്മകൾ ഉണ്ടാകും. എല്ലാം ഒന്ന് തിരിച്ചു പിടിക്കാൻ, എല്ലാം ഒരിക്കൽ കൂടി കാണുവാൻ, വീണ്ടും തിരക്കുകളിലേക്ക് അലയുന്നതിന് മുൻപ് നമുക്ക് ഇഷ്ടമുള്ളവരുമായി കുറച്ചധികം സമയം ചെലവഴിക്കുവാനൊക്കെ പ്ലാൻ ചെയ്ത് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യലായിട്ട് കുറച്ച് ഓണാശംസകൾ നേരത്തെ നേരുകയാണ്. അടുത്ത സോങ് കാണാം അമേരിക്കൻ കഫേയിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെറ്ററിലേക്ക് കിടക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോൾ ആയിരുന്നല്ലോ അല്ലേ ആദ്യം കഴിഞ്ഞത്. അപ്പോൾ ലെറ്ററിന്റെ വിശേഷങ്ങൾ തുടങ്ങാം. ഡിയർ ആൻഡ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഡു റിമെമ്പർ ദ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻസ് ഡ്യൂറിങ് അവർ സ്കൂൾ ഡേയ്സ്? ഓർക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പം ഇന്ത്യയിൽ നമ്മൾക്ക് ഇപ്പം സെപ്റ്റംബർ 5 നമ്മൾ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സന്തോഷവും അതുപോലെ തന്നെ അന്നത്തെ ദിവസം പറഞ്ഞ പോലെ ടീച്ചേഴ്സിനൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് സോപ്പിടാം, ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടീച്ചറി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക എന്നുള്ളൊരു വിശ്വാസമൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് കൂടുതലും സ്കൂളുകളിൽ അന്നത്തെ ദിവസം എന്നൊക്കെ പറയുമ്പം കൂടുതൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാർഡ്സ് കൊടുക്കുന്നത്, ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഒരു ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേക്ക് ആകുമ്പോഴേക്കും അതിനൊക്കെ കുറച്ചുകൂടെ വൈവിധ്യമാർന്നിട്ടുള്ള ആഘോഷങ്ങളാണ് കേട്ടോ ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറയുമ്പോൾ. കാരണം കുട്ടികൾക്ക് അതിൻ്റെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിറ്റേ ദിവസം എങ്ങനെയാണ് ഒരു ക്ലാസ്സിലൊരു പാട്ട് പാടേണ്ടത്, ക്ലാസ്സിൽ എങ്ങനെയാണ് ടീച്ചർ വരുമ്പോൾ വിഷ് ചെയ്യേണ്ടത് എന്നതിനൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വെച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഴയ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻസ് ഒക്കെ പറഞ്ഞത് ഒരു ഇത്തിരി മങ്ങി നിൽക്കുന്ന സംഭവങ്ങളാണ്. സ്റ്റിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മധുരമുണ്ടായിരുന്നു. കുറച്ചുകൂടെ നല്ല കൂടെ എന്താ പറയുക ഏഴുചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു രസമാണ് അല്ലേ? My mother was a teacher and I still remember her love and special care to her students. She used to carry tiffin boxes to poor kids at her school. And when the school reopened, she would buy uniforms and books for the needy ones. I used to think that my Amma loves her students more than me. But now I know Amma was a perfect teacher to her students. So I wish a special Teacher's Day greetings. Love you, Amma. Linda Sarah for her mother, Teresa Alex.
ഇപ്പൊ ടീച്ചേഴ്സിന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു തോട്ട് എന്താണെന്നറിയാം, അവർ വളരെ നല്ല കുട്ടികളായിരിക്കും, നന്നായി പഠിക്കും, പ്രത്യേകിച്ച് കൂടുതൽ കുരുത്തക്കേടുകളൊന്നും കാണിക്കില്ല. പ്രത്യേകിച്ച് ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കുട്ടികൾ അവിടെ ഉള്ളപ്പം, കാരണം എല്ലാ കാര്യത്തിലും ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ടീച്ചേഴ്സ് ഇങ്ങനെ വളരെ അലേർട്ടായിരിക്കും. പിന്നെ നമ്മുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കുസൃതികളൊക്കെ കാണിച്ചാൽ മിനിമം ടീച്ചറിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ നടത്താനുള്ള സമയമെങ്കിലും കൊടുക്കണം. ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. അന്ന് തന്നെ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ തന്നെ ഈ വിശേഷങ്ങളൊക്കെ പെട്ടെന്നറിയും എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത്രയും പേടിയായിരിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കിട്ടാനുള്ള വഴക്ക് ചിലപ്പോൾ സ്കൂളിൽ നിന്നേ കിട്ടും എന്നുള്ളൊരു ഭയമൊക്കെ കാരണം ഇവർ പൊതുവെ നല്ല കുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ലിൻഡ പറയുന്നത് പോലെ തന്നെ ടീച്ചേഴ്സ് ആകുമ്പോഴത്തേനും അവർക്ക് എപ്പോഴും ശിഷ്യരോടുള്ളൊരു പ്രത്യേക ഇഷ്ടവും വാത്സല്യം കൂടുതലും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ അസൂയ ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ ടീച്ചർ മലയാളം അധ്യാപികയായിരുന്ന സമയത്ത് ഒരിക്കലും ഇവള് വന്നിട്ട് വളരെ സങ്കടം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്തോ ഒരു ഹോംവർക്ക് ചെയ്യാത്തതിന് ഇയാൾക്കും തല്ല് കിട്ടി. അപ്പൊ ഇയാൾക്ക് തല്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റു കുട്ടികൾ ആരോ പറഞ്ഞു ഇത്രേ ഇയാൾക്ക് കിട്ടിയ തല്ല് ഇത്തിരി ആയം കുറഞ്ഞിട്ടുള്ള തല്ലായിരുന്നു, അതായത് വേദന കുറഞ്ഞിട്ടാണ് ഇയാൾക്ക് കിട്ടിയെന്ന്. അപ്പൊ അതൊരു വലിയ സങ്കടമായി എന്നാണ് പറയുന്നത്. പക്ഷെ കാരണം എന്താന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കും, ടീച്ചർ ഈ കുട്ടിയുടെ അടുത്ത് ഇഷ്ടം കൂടുതൽ കാണിക്കണ്ടോ എന്ന് ബാക്കി കുട്ടികൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ടീച്ചർ ചിലപ്പം സ്വന്തം മക്കളുടെ അടുത്ത് ഇത്തിരി കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കും. സാധാരണ ഒരു വഴക്ക് മറ്റവർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിരിക്കും വഴക്ക് കൊടുക്കുക. ഒരു തല്ല അവിടെ കിട്ടുമ്പോൾ ഇവിടെ 2 തല്ലായിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെ ചില കോംപ്ലിക്കേഷൻസും കൂടി ഈ ഒരു സംഭവത്തിലുണ്ട്. നമ്മൾക്ക് ലൈഫിൽ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളുടെ പേരൻസിനെ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ ടീച്ചേഴ്സായിട്ട് കൂടെ അവർ വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് 2 രീതിയിൽ കണ്ടു പഠിക്കുവാനും 2 രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ലിൻഡയുടെ മമ്മിക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷസ് ഒരിക്കൽ കൂടി നൽകുകയാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. യെസ്, അതാരാണ്? ഞാൻ ചിന്നമ്മ. ചിന്നമ്മ? അയ്യോ, എനിക്ക് ന്യൂജേഴ്സി അല്ലേ? അമ്മച്ചിയാണ്, ഇത്തിരി പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. ആണോ? എനിക്ക് ചിന്നമ്മ എന്ന് പറഞ്ഞ ഒരു ആന്റി ഉണ്ട്. അതെ, ആന്റി ന്യൂയോർക്കിൽ തന്നെയാണ്. ഓ, ആന്റി ന്യൂയോർക്കിൽ തന്നെയാണ്. അതെ അതെ, അതാണ് പറഞ്ഞത്. എന്തൊക്കെ? ന്യൂയോർക്കിലല്ല, ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സി എന്നാണോ പറഞ്ഞത്? ഓ സോറി. ഓക്കെ. എന്റെ ഗ്രാൻഡ് കിഡ് ഉണ്ടല്ലോ, ഗ്രാൻഡ് ഉണ്ട്, ഒരു 6 വയസ്സുകാരൻ. അവന് ഭയങ്കര നിർബന്ധം, ഒരു പാട്ട് അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ? മാത്രം വിളിച്ചത്, അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു, ഞാനിത് എനിക്കിത് കാണാൻ ഇത്തിരി ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും കാണും ഇത്. നാട്ടിലെവിടെയാണ് വീട്? നാട്ടിൽ എന്റെ വീട് തൃശ്ശൂര്, ഗുരുവായൂരിനടുത്ത് ആണല്ലേ? എനിക്ക് ആ സംസാരം കേട്ടപ്പോൾ തോന്നി. ഞാനെപ്പോഴും തൃശ്ശൂർ ഭാഷ തന്നെയാണ് ഇപ്പോഴും. ആണല്ലേ? ഇപ്പോഴും സംസാരിക്കണേ. എത്ര വർഷമായി യുഎസിൽ എത്തിയിട്ട്? ഞാനിപ്പോ 6 വർഷമായിട്ടുള്ളൂ. ആണല്ലേ? ഓക്കെ. ആന്റി, അപ്പം ഈ വീട്ടില് കുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, കുട്ടിയുടെ പേരെന്താണ്? മാർക്ക് മുകളേരി. മാർക്ക്? അവൻ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നേ ഉള്ളൂ. മറ്റന്നാ ക്ലാസ് കൊടുക്കും. ആണല്ലേ? അപ്പൊ അതിന്റെ കുറെ സാധനങ്ങൾ വാങ്ങാൻ അവന്റെ പേരൻസ് ഒക്കെ പോയിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിട്ട് ഇരിക്കുകയാണ് കക്ഷി. അതന്നെ. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ഇനിയിപ്പോൾ എന്താ വെച്ചാ, കുട്ടി സ്കൂളിൽ പോകുമ്പോ വീട്ടിലിരിക്കുമ്പോ നമുക്ക് പതുക്കെ ബോറടിക്കാൻ തുടങ്ങും. അതെ അല്ലേ? അപ്പൊ എനിക്ക് ഹോബീസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ബോറടി ഒന്നുമില്ല. ആണല്ലേ? എന്തൊക്കെയാണ് ആ ഹോബീസ്? ഒന്ന് കേൾക്കട്ടെ. ഞാൻ ഈ ക്രോഷ്യ വർക്ക് ചെയ്യും, പിന്നെ എന്താ പറയാ, പാച്ച് വർക്ക് ഇഷ്ടമാണ്, നിറ്റിങ് ഇഷ്ടമാണ്, സ്റ്റിച്ചിങ് ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല ശരിക്കും. അപ്പൊ സ്കൂളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ ഞാൻ ഫ്രീ ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്യും. പിന്നെ ഉറങ്ങും കുറെ നേരം. പിന്നെ TV കാണും. ടിവിയിലെല്ലാം നമ്മുടെ മലയാളം പ്രോഗ്രാം 3-4 ചാനലുണ്ട് ഇവിടെ മലയാളത്തിൽ. ഞാൻ കൈരളി കൂടുതൽ കാണുന്ന ആളാണ്. നല്ല കാര്യം. അല്ല, ഞാനീ പറയുന്ന സ്റ്റിച്ചിങ് വർക്ക്, ക്രോഷ്യ വർക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളെ ഇതെല്ലാം ചെയ്തു തീർക്കാൻ എന്താ പറയാ, കേൾക്കുമ്പോ തന്നെ അത്ഭുതം തോന്നാണ് കേട്ടോ. അയ്യോ, അത്രയ്ക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഞാൻ ഈ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യും. അപ്പൊ അതിന്നൊക്കെ കുറെ ഡിസൈനുകളൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ നേരത്തെ എനിക്ക് എന്റെ സമയം എങ്ങനെയെങ്കിലും ചെലവാക്കുക എന്നുള്ളതാണ്. ആണല്ലേ? പക്ഷെ ചെറുതിലൊക്കെ, അപ്പൊ നിങ്ങളുടെയൊക്കെ ചെറിയ കാലത്തിലൊക്കെ ആണെങ്കിൽ പൊതുവെ പെൺകുട്ടികളാണെങ്കിൽ അവർ സ്റ്റിച്ചിങ് വർക്ക്സ് പഠിക്കണം, എംബ്രോയിഡറി വർക്ക്സ് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു നിയമം ഏതാണ്ടുണ്ടല്ലോ. അതൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കണം എന്നല്ലേ? അല്ലേ? അതെ.
അല്ലെ ഇപ്പഴല്ലേ അത് കുറച്ചുകൂടെ ലിബറൽ ആയത്, ഇത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല. പിള്ളേരൊന്നും അത് ചെയ്യില്ല, അവർക്ക് അതിനുള്ള സമയവും ഇല്ല. നമ്മുടെ കാലത്തൊക്കെ നമ്മളൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അത് മാത്രല്ല ആന്റിയുടെ ഒക്കെ കാലം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കുറെ കൂടെ ക്ഷമ കൂടെ ഉണ്ട്. ഇതിങ്ങനെ എണ്ണിയെടുത്ത് കുറച്ചൊക്കെ നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള വർക്ക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയില്ല. ആണല്ലേ? കോൺസെൻട്രേഷൻ നമുക്ക് ഇത്തിരി കുറവാണ്, അതാണ് പ്രശ്നം. അതെ, പിന്നെ അത് വേണം, ക്ഷമയും നല്ലോണം വേണം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോറടിച്ച് നമ്മളത് കളയും. അതാണ് ഈ രണ്ട് കാര്യങ്ങളും കുറവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണികളല്ല എന്നറിയാറുണ്ട്. ഞാനൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിന് അറ്റംപ്റ്റ് ചെയ്യാൻ പോയിട്ടേ ഇല്ല. ബട്ട് സ്റ്റിൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ആഗ്രഹം. ജോലി ചെയ്യുന്നവരല്ലേ ഞങ്ങൾ, വീട്ടിൽ ഞാനൊരു ഹൗസ് വൈഫ് ആയിരുന്നു. അപ്പൊ നമുക്ക് അന്നും എനിക്ക് 2 പിള്ളേര് വലുതായി അവർക്ക് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ആണല്ലേ? ഒന്നും ചെയ്തിരുന്നില്ല. ഓക്കെ ആന്റി വലുതായി, പിന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നു. ഓക്കെ. അല്ല ആന്റി, ഓണത്തിന്റെ തിരക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഓണത്തിന് ചില വർഷമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഓണാഘോഷ പരിപാടി ഉണ്ടാവാറുണ്ട്. ഈ വർഷം ഉണ്ടോ? ഈ വർഷമൊന്നുമില്ല, ഈ വർഷമില്ല. ഓക്കെ. അപ്പൊ സദ്യയൊക്കെ എന്താ വെക്കണ്ട അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല അല്ലേ? അല്ല, നമ്മളെല്ലാവരും കൂടിയിട്ടാ ചെയ്യാ. ഓക്കെ. ഓരോ വീട്ടിൽ നിന്നും ഓരോ വിഭവങ്ങൾ അങ്ങനെയായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ആന്റി അഡ്വാൻസ് ആയിട്ട് നല്ലൊരു ഓണം വിഷസ് ഗ്രീറ്റിംഗ്സ് തരികയാണ്. അതോടൊപ്പം ആന്റിക്ക് ഇഷ്ടാവുന്ന, ചെറിയ കുട്ടിക്കും ഭാവിക്കും ഇഷ്ടാവുന്ന നല്ലൊരു സോങ് പ്ലേ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. ആന്റി പറഞ്ഞതുപോലെ കുറച്ച് കോൺസെൻട്രേഷൻ, കുറച്ച് പേഷ്യൻസ്, ഇതിന്റെ ഒക്കെ കുറവുണ്ടെങ്കിലും നമ്മൾക്കൊരു നല്ല മ്യൂസിക് ആസ്വദിക്കാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുമായിട്ട് കൈരളി TV അമേരിക്കൻ കഫേയിൽ എത്തിയിരിക്കുന്നു ഒരു നല്ല പാട്ട്. യെസ് ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഗാനങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇഷ്ടമുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അടുത്തത് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ലെറ്ററാണ്. ഹായ് ആൻഡ് വാച്ച്ഡ് യുവർ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് American Cafe that's on August 28th and it was great as usual. I couldn't agree more when you said how it makes you watching to visit old friends and places so badly when you watch certain movies. You're right. It brings a lot of memories alive and emotions sometimes make you even cry. I miss my school, college friends, especially my first love in my college days. The nostalgia is unexplainable. I know it is impossible. Still, I wish if I could go back to those times. When I visit India, I feel total emptiness. My parents are gone. Most of my friends moved or settled elsewhere, and my ex-love is far away from me. Bracket deep sigh. It's a very എന്താ പറയുക, വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷനാണ്, ഡീപ്പായിട്ടുള്ള ഒരു ബിലീവ്മെൻ്റ് ആണ്. ബട്ട് സംടൈംസ് വി ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ദീസ് തിങ്സ് അല്ലേ. ലൈഫിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ടേണിങ്സ് ഉണ്ടാവും. എന്ത് ചെയ്യാം, അതിനോടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് വണ്ടി മുന്നോട്ട് പോകാന്നുള്ള ഒരു മാർഗം മാത്രമേ അതിലുള്ളൂ. വൈ ഇസ് ദ ഫസ്റ്റ് ലവ് സോ അൺഫോർഗെറ്റബിൾ? Maybe it is not because it was my first love, but because I loved her so much. I'm sure you can add your comments and perspective that will make the audience smile. Can you please play one of the following songs for me? എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ലിസ്റ്റ് വായിച്ചു നോക്കാൻ ഇപ്പോൾ എനിക്ക് സമയം കിട്ടിയുള്ളൂ. ഒരു സെക്കൻഡ്, ഒരു കോൾ ഉണ്ട്. ഹലോ, I'll come back to this later. ഹലോ, അതായിരുന്നു ആ കോളിൻ്റെ പേര്. പീപ്പ് ബീപ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ലെറ്ററിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ, അത് അങ്ങനെയൊക്കെ സംഭവിക്കരുതെന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. ഇപ്പം നൊസ്റ്റാൾജി എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ റിയർ വ്യൂ മിറർ പോലെ ആണെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി പുറകിൽ എന്താണ് എന്നൊന്ന് നമ്മൾക്ക് അറിയാൻ കൊള്ളാം. പക്ഷെ വണ്ടി എപ്പോഴും മുൻപോട്ട് തന്നെയാണ് പോകേണ്ടത്. അപ്പം നൊസ്റ്റാൾജിയും ഇതുപോലെ തന്നെ ഒരു സംഭവമാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഗ്ലാൻസിന് കൊള്ളാം, എന്തിൽ നിന്നാണ് നമ്മൾ വന്നത്, നമ്മളുടെ ഹിസ്റ്ററി എന്തായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതം നമ്മളെ പഠിപ്പിച്ചത് എന്നൊക്കെ പറയാൻ ഒരു റെഫറൻസിന് പോലെ അങ്ങനെ ഒരു സംഭവം കൊള്ളാം. പക്ഷേ ജീവിതം എപ്പോഴും മുന്നോട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ മാത്രമേ പോകാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും പുതുമയുള്ള ഓരോരോ കാര്യങ്ങളാണല്ലോ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. എന്ത് സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ നല്ലതിന് വേണ്ടിയാണ് എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ അത് സത്യമാവണമെന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചാലുണ്ടല്ലോ കുറേ ആശ്വാസം ഉണ്ടാവും.
അപ്പോൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്തരം വിശേഷങ്ങളും നാട്ടിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാട്ടിൽ പലരും പല സ്ഥലങ്ങളിലേക്ക് മാറിയെന്ന് പറയുന്നു. ഇപ്പം എഴുതിയിരിക്കുന്ന കക്ഷിയും മാറിയിട്ടാണ് ഇരിക്കുന്നത്, നാട്ടിലല്ല US-ലാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തിന് അതിൻ്റെതായ ട്രാൻസ്ഫോർമേഷൻസ് ഓരോ കാലഘട്ടത്തിൽ വേണ്ട രീതിയിൽ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഇനി കൂടുതൽ പറഞ്ഞ് നമ്മൾ വളരെ സീരിയസ് ആക്കാൻ ശ്രമിക്കുന്നതിലും നല്ലത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു നല്ല സോങ് കേൾക്കുന്നതാണ് നമ്മളുടെ പ്രിയപ്പെട്ട അമേരിക്കൻ കഫേയിൽ. വളരെ എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ള സോങ്സ് ആണല്ലേ കൂടുതലും തമിഴ് മൂവീസിലൊക്കെ വരുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ മലയാളികൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഓണക്കാലായാലും വിഷുക്കാലായാലും നമ്മൾ ചെറിയൊരു കസവ് കരയുള്ള മുണ്ടോ നേരിതോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ചുവപ്പ് കളറ്, പച്ച, ബ്രൗൺ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനും മിക്സിലും ഒക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതേ വ്യത്യാസം തന്നെ അവരുടെ സ്ക്രീൻ പ്രസൻസ്, അത് പ്രത്യേകിച്ച് ഡാൻസ് ഫോംസ് ആയാലും അത് മാത്രമല്ല മൂവി സോങ്സ് ഒക്കെ ആണെങ്കിലും ഈ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാനൊരു സംഭവം പറയാൻ വരാം കേട്ടോ. സംഭവം അല്ല, ഒരു കുഞ്ഞു കഥ. ഒരിടത്ത് ഒരു വലിയ സന്യാസി ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. സാധാരണ പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന് വലിയൊരു ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ നോക്കി സംരക്ഷിച്ച് ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ ശാന്തമായ, വളരെ എന്താ പറയുക എളിമയുള്ള ജീവിതമായിരുന്നു. വളരെ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ മാത്രം മതി ഇദ്ദേഹത്തിന് ജീവിക്കാൻ. അത്ര ആഡംബരമൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുക്ക് വളരെ മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു. കുറച്ച് എന്താ പറയുക പയറും പരിപ്പും ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് ഒരു സൂപ്പായിരുന്നു ഇദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന പാചകക്കാരനും അവിടെയുള്ള മറ്റു ചില ആൾക്കാരും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ വഴക്ക് ഉണ്ടാക്കി ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ സന്യാസിക്ക് ആകെ നല്ല ഇത്തിരി രുചിയോടെ കഴിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സൂപ്പാണ്. ബാക്കിയുള്ളവരൊക്കെ നല്ല ചിക്കനും ഫിഷും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് വളരെ എന്താ പറയുക കൃത്യമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെ ഇത്തിരി സന്തോഷമുണ്ടായിരുന്ന ആ ഒരു സൂപ്പ് ഉണ്ടാക്കുന്ന ആളും ഇല്ലാണ്ടായപ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ പറഞ്ഞ് ശിഷ്യന്മാർ എവിടെ നിന്നു കൊള്ളാവുന്നൊരു നല്ല കുക്കിനെ കൊണ്ടുവന്നു. അപ്പോൾ അയാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തി അയാൾ സൂപ്പ് ഉണ്ടാക്കി നോക്കി, ഇല്ല ശരിയാവണില്ല. പിന്നെയും അടുത്ത ആളെ കൊണ്ടുവന്നു, അപ്പോഴും ശരിയാവണില്ല. അങ്ങനെ 3-4 പേരെ കൊണ്ടുവന്ന് ഇത് ശരിയാവാണ്ടായപ്പോൾ അവസാനം ശിഷ്യന്മാർ ഇങ്ങനെ പേര് കേട്ട കുഴപ്പമില്ലാത്തൊരു നല്ല കുക്കിനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയാണ് ഗുരുവിൻ്റെ ഇഷ്ടങ്ങൾ, ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, ഞങ്ങൾക്ക് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കണം, പക്ഷെ അദ്ദേഹം വളരെ കൃത്യതയോടെ ജീവിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണമേ ഉണ്ടാക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ഈ വന്ന ആൾക്ക് ഒരു ഐഡിയ പിടികിട്ടി. അതായത് ഇത്ര പേര് തനിക്ക് മുന്നേ വന്നിട്ട് അത് ശരിയായില്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു റെസിപ്പി അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ നമ്മുടെ പറഞ്ഞു വിട്ടില്ലേ, ഏറ്റവും ആദ്യം പറഞ്ഞു വിട്ടില്ലേ വളരെ കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കുക്ക്, ആ കുക്കിൻ്റെ വീട്ടിൽ പോയിട്ട് കാലിലൊക്കെ പിടിച്ച് കേണപേക്ഷിച്ച് അതിൻ്റെ റെസിപ്പിയും കൊണ്ട് അവിടെ വന്നു ഗംഭീരമായിട്ട് സൂപ്പ് ഉണ്ടാക്കി. അത് കഴിച്ച ഉടനെ ഗുരു പറഞ്ഞു, അരേ വാ നന്നായിരിക്കുന്നു, അതിഗംഭീരം, ഇതുപോലുള്ളൊരു സൂപ്പ് ഇതിനു മുമ്പ് ഉണ്ടാക്കിയത് എന്നെ ഇവിടെ നിന്ന് ആദ്യം പറഞ്ഞു വിട്ട പഴയ കുക്കായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നീ മിടുക്കനാണ് കേട്ടോ, നല്ല കുട്ടി, നിനക്ക് നല്ലത് വരും എന്ന് പറഞ്ഞ് ഇയാളെ അനുഗ്രഹിച്ചിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര കുറ്റബോധം. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മുറിയിൽ ചെന്ന് ഇയാൾ പതുക്കെ വാതിലിൽ നോക്ക് ചെയ്തിട്ട് ചോദിച്ചു, ഞാൻ അകത്ത് വന്നോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, പ്ലീസ് എന്നെ വഴക്കൊന്നും പറയരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി വന്നോളൂ, എന്താണ് പറയാനുള്ളത് ശിഷ്യ നീ പറയും. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പി അതിലുണ്ടായിരുന്നത് വെറും പരിപ്പും പച്ചക്കറികളും മാത്രമല്ല, ഞാൻ കുറച്ച് മീനിട്ടിരുന്നു, കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിരുന്നു, കുറച്ച് മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ടിരുന്നു, അതുമാത്രമല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഉടനെ ഇയാൾ ചോദിച്ചു, അപ്പോൾ ഇത്രയും കാലം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഭക്ഷണമാണോ, എനിക്ക് വെജിറ്റബിൾ സൂപ്പ് എന്ന് പറഞ്ഞു തന്നിരുന്നത് ഇതായിരുന്നു എന്ന് ഗുരു അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതെ, ഇത്രയും കാലം ഇത്ര വർഷങ്ങൾ താങ്കൾ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എനിക്കൊരു സത്യം നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, എന്നോട് പൊറുക്കണം, അതുകൊണ്ട് വെജിറ്റേറിയൻ ആണെന്ന് ഹലോ കരുത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഗുരു പറഞ്ഞു, സാരമില്ല മോനെ, ഇത്ര അപ്രിയമായിട്ടുള്ളൊരു സത്യമാണ്, നീ പറയാണ്ടിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പറഞ്ഞു. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ യെസ്, ആരാണത്? ഹലോ ഹലോ എന്റെ പേര് സ്റ്റീഫൻ. സ്റ്റീഫൻ, ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അല്ലേ? നന്നായിട്ട് പോകും. ഓക്കെ. സൺഡേ ആയതുകൊണ്ട് എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ? പുറത്തൊക്കെ പോയോ? പള്ളിയിലൊക്കെ പോയോ? കേട്ടില്ല അത്. സൺഡേ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയോ? പള്ളിയിൽ പോയി, പള്ളിയിൽ പോയി എന്ന് പറയാം. അതെന്താ പറയാം എന്ന് പറഞ്ഞ പോയില്ലേ അപ്പോൾ ശരിക്കും? വളരെയധികം ഉറപ്പില്ല. കാരണം ഭാര്യയുടെ കൂടെ പോകുക എന്നത് ഒരു ഭാര്യയ്ക്ക് സന്തോഷം കൊടുക്കുക എന്ന ഒരിതുകൊണ്ട് പോയി. ഇതുകൊണ്ട് പോയി അല്ലേ? അപ്പോൾ ആന്റിക്ക് കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് അല്ലേ? ആന്റി എല്ലാ ഞായറാഴ്ചയും അവളുടെ വിശ്വാസം അനുസരിച്ച് പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. പക്ഷെ ഇത് തന്നെയാണ് കേട്ടോ ഒരു കുടുംബജീവിതത്തിന്റെ ബാലൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം മറ്റൊരാൾ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് എന്തൊക്കെയാണെങ്കിലും അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയ കാര്യം അല്ലേ? അതെന്റെ കടമയായതുകൊണ്ട് അദ്ദേഹവുമായിട്ട് യോജിച്ചു പോകുന്നു. ഓക്കെ. എത്ര വർഷമായി അങ്കിൾ വിവാഹം കഴിഞ്ഞിട്ട്? ഞങ്ങൾ വിവാഹം ചെയ്തിട്ട് ഏതാണ്ട് 42 കൊല്ലം കഴിഞ്ഞു. 42 years, ലോങ് 42 years. അപ്പോൾ എന്തായാലും കുടുംബജീവിതത്തെ കുറിച്ചും കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് എടുക്കാൻ പാകത്തിനുള്ള പരിചയവും പക്വതയൊക്കെ ആയിട്ടുണ്ട് രണ്ടുപേർക്കും. അതിനുള്ള പ്രായം എനിക്ക് ഭാര്യയ്ക്ക് കാണുമായിരിക്കും, എനിക്കില്ല. ഇല്ല. ഓക്കെ. എന്തായാലും അങ്കിൾ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂടുതൽ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ലെറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നു കൂടുതൽ വിശേഷങ്ങൾ. അതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥയിൽ പറഞ്ഞ പോലെയുള്ള ചില കാര്യങ്ങളുണ്ട്. ചില സത്യങ്ങളുണ്ട്, ചിലപ്പോൾ മറച്ചു വെക്കേണ്ടി വരും. ചില സത്യങ്ങൾ ചിലപ്പോൾ ചിലരോട് പറയേണ്ടതില്ല എന്ന് നമ്മൾക്ക് തോന്നും. ചില ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങനെയുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുൻപോട്ട് പോവുക എന്നുള്ളത്. എന്തായാലും നമ്മൾക്കിനി മുൻപോട്ട് പോകണമെങ്കിൽ ഒരു നല്ല സോങ് കാണണം. ആ ഒരു സോങ് കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ചെത്താം അമേരിക്കൻ കഫേയിലേക്ക്. പറഞ്ഞു സമയം തീരാറായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുറെ കൂടി വിശേഷങ്ങൾ ഉണ്ടായിരുന്നു, കുറെ കൂടി കോൾസ് വരാനുണ്ടായിരുന്നു, ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഇനി ഈ ആഴ്ച സമയമില്ല, ഇനി അടുത്ത ആഴ്ചയാണ് സമയമുള്ളത്. അപ്പോൾ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരുപാട് തിരക്കുള്ള ഒരു ആഴ്ചയാണ്. ഷോപ്പിംഗ് ഉണ്ടാവും, കുറേ പ്ലാൻസ് ഉണ്ടാവും, നാട്ടിലേക്കുള്ള യാത്രകളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ പ്രിപ്പറേഷനൊക്കെ ഇടയിലും നിങ്ങൾ ഓണത്തെക്കുറിച്ചും ഓണത്തിൻ്റെ നല്ല ഓർമ്മകളെക്കുറിച്ചും മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള ആഹ്ലാദ തിമിർപ്പുകളിലൊക്കെ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുന്നു. എല്ലാവർക്കും വളരെ നേരത്തെ തന്നെ ഓണാശംസകൾ നേരുകയാണ്. കുഴപ്പമില്ല, അടുത്ത ആഴ്ച വിശദമായ ഓണാശംസകളായിട്ട് ഞാൻ വരും, ഓണക്കത്തുകളായിട്ട് വരും. അപ്പം എല്ലാവരുടെയും കോൾസും ഞാൻ അടുത്ത ആഴ്ച കാത്തിരിക്കുകയാണ്. അതുവരേക്കും നിങ്ങളോട് ഏവരോടും യാത്രാമൊഴി ചോദിക്കുകയാണ് ആൻ എന്ന ഞാൻ.